അതെ, നമുക്കൊരു ചക്കയുടെ ഉണ്ടാക്കിയാലോ? കഴിഞ്ഞ ദിവസം ഞാനൊരു ചക്ക വരട്ടിയത് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്നും കൂടെ പ്ലേ ചെയ്യുന്നുണ്ടത്, ചക്ക വരട്ടിയതിൻ്റെത്. ആ ചക്ക വരട്ടിയത് കണ്ടപ്പോൾ നമ്മുടെ നെയ്മർ ആൻറ്റിക്ക് ഒരു ഓർഡർ നമ്മൾ തന്നിട്ടുണ്ട്. ഒരു 25 അവർക്ക് എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാട്ടോ, അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ ചക്ക അട നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് അരിമാവ് പൊടി കേട്ടോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോതമ്പിൻ്റെ പൊടി സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് പൊടിനുള്ളുപ്പ്, എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ചക്ക വരട്ടിയത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ചക്കയുടെയിലെ മധുരവും മാവിൻ്റെ മധുരവും കൂടി ചേരുമ്പോൾ മധുരം കുറഞ്ഞ പോലെ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന്. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ വെള്ളവും ചേർക്കണം. പക്ഷേ നമ്മുടെ ഈ ചക്കയുടെ ചേർക്കുമ്പോൾ ഒരു മോയിസ്റ്റ് ഉണ്ട്, അപ്പം വെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ലൂസായിപ്പോൾ. നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഉപയോഗിക്കുന്ന വെള്ളം ചൂടുവെള്ളമാണെങ്കിൽ നല്ലത്, തിളച്ച വെള്ളമല്ല, ചെറിയ നമ്മൾ കൈയൊക്കെ ഇട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ ഇടയ്ക്കൊക്കെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ മിക്സിങ് കറക്റ്റായിരിക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്താൽ മാത്രമേ നല്ലൊരു എന്താ പറയുക സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടൂ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ശർക്കര നീര് ഒഴിക്കുക. അത് ആവശ്യത്തിന് മധുരം ആവശ്യം വേണമെന്നുള്ളവർക്കാണെങ്കിൽ ശർക്കര നീര് ഒഴിച്ച് നമുക്ക് എടുക്കാം. പിന്നെ ഇതേപോലെ കുറച്ച് തേങ്ങ തിരികിയതുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ വേറെ സ്റ്റഫിംഗ് ഒന്നും വെക്കുന്നില്ല, എല്ലാം ഈ ഒരു മാവിൽ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇലയിൽ നിരത്തി വയ്ക്കുക. ഈ ഇല കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ചെറിയ ഉരുളകളാക്കി പിടിച്ച് നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. വേറെ സ്റ്റഫിംഗ് ഒന്നുമില്ല, എല്ലാം മധുരവും എല്ലാം ഇതിനകത്തുണ്ട്. ഏലക്കപ്പൊടി, ശർക്കര നീര്, പിന്നെ എല്ലാ സാധനങ്ങളും നമ്മളിതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം പറക്കി ഇങ്ങനെ നിരത്തുക, നന്നായിട്ട് പരത്തി വെക്കുക. ഇഡലി ചെമ്പിനകത്ത് വെച്ച് നല്ല രീതിയിൽ ആവി കയറ്റിയെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചക്ക അട. അത് നന്നായിട്ട് വെന്ത് വരുമ്പം ആ ഇഡലി ചെമ്പിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ ഇല്ലേ നല്ലൊരു മണം വരും കേട്ടോ. നല്ല എന്താ പറയുക, ആ ഒരു ചക്കയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് നമ്മളെ കൊതിപ്പിക്കും ചക്ക അട തിന്നാനായിട്ട്. അതുപോലെ മണം പോലെ തന്നെയാണ് കഴിക്കാനും, നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അതുപോലെ തന്നെ സാധാരണ ചക്ക അട, ഈ അട ചക്ക എന്നല്ല ഒരടയും അങ്ങനെ കഴിക്കാത്ത ആളാണ് എൻ്റെ കുഞ്ഞ്. പക്ഷെ അവനും പറഞ്ഞു ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ താങ്ക്